Watch India's largest kids library only on Jio Hotstar. Download the app now. ഇന്ന് അങ്ങേക്ക് ഒരുപാട് സന്തോഷമായി കാണുമല്ലോ. ഈ മോട്ടു ആ ചായക്കട ഒരു ക്ഷേത്രം പോലെ കണ്ടിരുന്ന ആളായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അങ്ങയെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാ? എന്തുകൊണ്ടാ എനിക്ക് മാത്രം എപ്പോഴും എട്ടിന്റെ പണി കിട്ടുന്നത്? എന്നും കാശ് പോലും കാണില്ല. അതെന്റെ പാന്റിന്റെ പോക്കറ്റ് ആയാലും ശരി, ഷർട്ടിന്റെ പോക്കറ്റ് ആയാലും ശരി. ഇതിന്റെയൊക്കെ കാരണം എന്താണ്? എനിക്കിതിനൊരു പോംവഴി പറഞ്ഞു തരൂ. ഇന്ന് ഞാൻ പറയുന്നത് അങ്ങ് ചെവിക്കൊണ്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ മോട്ടോ ഒന്ന് നിർത്ത്, നീ വാ. ഇനി വല്ല പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വട്ടമേശ സമ്മേളനം കൂടിയാ പോരെ? എന്തിനാ ഇങ്ങനെ മുകളിൽ ഇരുന്നോണ്ട് എനിക്ക് തന്നെ എപ്പോഴോട്ട് ഇങ്ങനെ പാറ വെക്കുന്നേ? ഇത് തുടർന്നാൽ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന്. നീയെങ്കിലും അങ്ങേരോടൊന്ന് പറ. എന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചില്ലെങ്കിലും ഇത്രയെങ്കിലും ചെയ്തു തരാൻ. എല്ലായിടത്തും എന്റെ പേരുണ്ടാവണം. ജനങ്ങൾ മുഴുവൻ എന്റെ പേരും വിളിച്ച് എന്റെ പുറകിൽ തന്നെ ഉണ്ടാവണം. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവാ. ഓക്കെ പോയിക്കോളാം. അല്ല, എന്റെ ചെരുപ്പ് എവിടെ? അല്ല സുഹൃത്തെ, എന്റെ ചെരുപ്പ് എവിടെ? എനിക്കെങ്ങനെ അറിയാം? അത് നോക്ക്, അതാരുടെയാ? ഇതെന്റെ അല്ല. എനിക്ക് തോന്നുന്നത് ആ ചെരുപ്പിന്റെ ഉടമസ്ഥൻ ചെരുപ്പ് മാറ്റി ഇട്ടോണ്ട് പോയതാന്നാ. വേഗം പോയി അവനെ പിടിക്കാൻ നോക്ക്. അല്ല, എന്റെ കാലുകൾക്ക് ഇതെന്താ പറ്റിയത്? തുള്ളിച്ചാടി നൃത്തം വെച്ചാണല്ലോ നടക്കുന്നത്. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കഥയും പറഞ്ഞിരിക്കുവാണോ? അവിടെ ആരോ എന്റെ ചെരുപ്പും പൊട്ടിച്ചെടുത്തോണ്ട് പോയി. അറിയോ? അതിന് നീ എന്തിനാ എങ്ങനെ ഡാൻസ് കളിക്കുന്നേ? അറിയില്ല, എന്റെ കാലുകളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഓടിക്കോ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഈ കാലുകൾ കൊണ്ട് നിന്നെ ചവിട്ടേണ്ടി വരും. പൊളിച്ചെടുത്തല്ലോ, മതി ചവിട്ടല്ലേ, ബാക്കി നാളെ ആവാൻ മോട്ടോ. വേദനിക്കുന്നു, രക്ഷിക്കണേ. വേഗം വീട്ടിൽ ചെന്ന് ഈ രണ്ട് ചെരുപ്പ് ഊരി മാറ്റണം. ഈ ജോഡായിരിക്കും ഡോഡ്, ഈ ജോഡ് തന്നെയായിരിക്കും ഡോഡ്. കൊള്ളാലോ, മോട്ടു വന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഡാൻസ് കളിച്ച് നിന്റെ പ്രതിഭയെ പുറത്തെടുക്കുവാണോ? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് തന്നെ കവിത! എപ്പോ നോക്കിയാലും നിന്റെ ഒരു കവിതയുടെ കാര്യം വിട്ടിട്ട് മോട്ടുവിനോട് കാര്യം ചോദിക്കടാ. എന്തിനെങ്ങനെ കിടന്ന് തുള്ളുന്നെന്ന്. ജോൺ, നീയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ എന്റെ പുറകിലുണ്ട്. ഇന്നത്തെ കാലാവസ്ഥ നന്നായിട്ടുണ്ട്. ബോട്ട് നമ്മുടെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്നു. എന്താ കഥ? അനിയ ജോണെ, പൊന്നു ചക്കരെ, കവിത നിർത്തൂ. എന്നെ എവിടെയെങ്കിലും ഒളിപ്പിക്കൂ. വേഗം. മോട്ടുവിനെ വാനിനകത്താക്കിയേക്ക്. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവനെ ഇടിച്ച് മഞ്ചരാക്കിയേക്ക്. താങ്ക് യു അനിയൻ ജോണെ, താങ്ക് യു.
മറന്നുപോയി, അതുകൊണ്ട് നമുക്ക് ഗതി വന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ലല്ലോ. മോട്ടു വളരെ നല്ലവനല്ലേ, നല്ല മനസ്സുള്ളവനല്ലേ, എന്നിട്ട് എന്തിനാണ് അവൻ മറ്റുള്ളവരെ തൊഴിക്കുന്നത്? പൊളിച്ചെടുത്തല്ലോ. അവനിപ്പോ നല്ല മനസ്സുള്ളവനല്ല, നല്ല തൊഴി കൊടുക്കുന്നവനാണ്. ഇങ്ങനെ ഡാൻസ് കളിച്ച് കളിച്ച് തൊഴി കൊടുക്കുന്നത് കാണുമ്പോ ആരായാലും അപ്പൊ തന്നെ സ്ഥലം വിടും. എന്റെ വല്യേട്ടാ, എന്റെ അടുത്തേക്കൊന്നും വന്നേക്കല്ലേ. ദൂരെ അങ്ങോട്ട് മാറി നിന്നോ. ഈ ചെരുപ്പിട്ടപ്പോ തൊട്ട് 2 ജോലികളാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് നൃത്തം ചെയ്യുന്നു, പിന്നെ എല്ലാവരെയും തൊഴിക്കുന്നു. നിനക്കെന്നാൽ ഈ ചെരുപ്പൊന്ന് ഊരി നോക്കാൻ മേലായിരുന്നോ? അയ്യോ, ഇതെന്റെ കാലിൽ പറ്റി പിടിച്ചിരിക്കുക. ഊരി മാറ്റാൻ പറ്റുന്നില്ലല്ലോ. എന്നെ ഒന്ന് സഹായിക്കുവോ? ഈ ചെരുപ്പൊന്ന് ഊരി തരുവോ പ്ലീസ്? ഡോക്ടർ ജഡ്ക അവന്റെ അടുത്തേക്ക് പോണ്ട. അവന്റെ അടുത്തേക്ക് പോയാൽ അവൻ 6 അടിക്കും. ബത്ലു, നീ അതിനെ കുറിച്ച് ആലോചിച്ചൊന്നും വിഷമിക്കണ്ട. ഞാൻ തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. ഓ മോട്ടു, എന്റെ ചങ്ക്, ഞാൻ നിന്റെ ചെരുപ്പൂരി തരാം. നന്ദി വലിയേട്ടാ, നന്ദി. ഓ, എന്റെ അച്ഛന്മാരമ്മയ്ക്ക്. ഓ, 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 എന്റെ രോഗികളാണ് സത്യം. ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ലോകം മുഴുവനും കറങ്ങി വന്നവൻ ഞാൻ മാത്രമായിരിക്കും. വേറെ ആരും ഇതുപോലെ ഈ ലോകത്തുണ്ടാവുകയില്ല. എന്റെ തടു പൊടിഞ്ഞെന്നാ തോന്നുന്നത്. സോറി വലിയേട്ടാ, വെരി സോറി. പത്തിലോ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ഒന്ന് ആലോചിക്ക്. ഞാൻ എന്താ ചെയ്യട്ടെ? ഇന്ന് അങ്ങേക്ക് ഒരുപാട് സന്തോഷമായി കാണുമല്ലോ അല്ലേ? ഐഡിയ. ഇന്ന് രാവിലെ നീ ദൈവത്തിന്റെ അടുത്ത് ഒരുപാട് മോശമായിട്ടാ സംസാരിച്ച്. തിരിച്ചു പോയി ക്ഷമ ചോദിക്ക്. എനിക്ക് തോന്നുന്നു ഈ ചെരുപ്പ് നിനക്കൊരു പണി തരാൻ വേണ്ടി തന്നതായിരിക്കും. താങ്ക് യു പത്തലു, നീയാണ് എന്റെ ശരിക്കുള്ള കൂട്ടുകാരൻ. ദൂരേക്ക് പോ, ദൂരേക്ക് പോ. നീ ഈ ഷൂ ഊരുന്നത് വരെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് കുറച്ച് അകലം പാലിക്കുന്നത് വളരെ നല്ലതാ. മോട്ടു, ഒന്ന് നിന്നേടാ, നിന്നേടാ, ഒന്ന് പറഞ്ഞോട്ടാ. ഞാൻ അങ്ങയോട് പറഞ്ഞിരുന്നു ലോകത്തിലുള്ള ജനങ്ങൾ മുഴുവൻ എന്റെ പുറകിൽ തന്നെ വരണമെന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെ വരാനായിരുന്നില്ല പറഞ്ഞത്. അയ്യോ, എന്താ ഇത്? വേണ്ട. അവനെ വെറുതെ വിടരുത്, പോയി പിടിക്കൂ. സോറി, സോറി. എന്റെ ദൈവമേ, ഒരു 10,000 സോറി ചോദിക്കുന്നു. രാവിലെ ഞാൻ അങ്ങയോട് ഒരുപാട് അപമര്യാദയായി പെരുമാറി. അതിനുള്ള ശിക്ഷ എനിക്ക് നല്ലോണം കിട്ടുകയും ചെയ്തു. ഈ ഒരു പ്രാവശ്യം എന്നോട് ക്ഷമിക്കൂ. ഞാനൊരു ഗുഡ് ബോയ് ആയി കാണിച്ചു തരാം. പുറമെ മോട്ടോ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മുകളിലുള്ളവൻ നിന്റെ പ്രാർത്ഥന കേട്ടുന്നാ തോന്നുന്നേ. ദേ ഇപ്പൊ കണ്ടോ, നിന്റെ കാല് ഡാൻസ് കളിക്കുന്നില്ല. എല്ലാം ശരിയായെന്നാ തോന്നുന്നേ. പൊളിച്ചേ. പത്തലു, നീ എന്നെ രക്ഷിച്ചേ. മുകളിലുള്ളവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ താഴെയുള്ളവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. മോട്ടോ, നീ എത്രയും വേഗം ഇവിടുന്ന് ഓടിക്കോ. ഇത്രയും അധികം ആൾക്കാരെ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അവരെ ഞാൻ പിന്നെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഓടിക്കോ. മോട്ടു നിക്ക്. മോട്ടു, മോട്ടു. എന്റെ പൊന്നു ഭഗവാനെ,
ആദ്യമായിട്ടാ നിങ്ങൾ എനിക്കൊരു നല്ല കാര്യം ചെയ്തു തരുന്നത്. മോട്ടുവിന് അവൻ ചെയ്തു കൂട്ടിയതിനെല്ലാം പ്രതിഫലം കിട്ടിയിരിക്കുന്നു. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേ നമ്പർ 2. ആ ചെരുപ്പ് എനിക്ക് തരൂ. ഇനി ഇത് ഞാൻ ഇട്ടോളാം. ഇതെന്തായി സംഭവിക്കുന്നത്? എനിക്കെന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എന്താ ഇത്? Watch India's largest kids library only on Geo Hotstar. Download the app now.